എറണാകുളത്ത് 50ഓളം CPIM പ്രവർത്തകർ കോൺഗ്രസിലേക്ക്. തൃപ്പൂണിത്തുറ ഉദയംപേരൂരിൽ CPIM മുൻ ഏരിയ കമ്മിറ്റി അംഗവും 8 മുൻ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളും അടക്കം 50ഓളം പേരാണ് കോൺഗ്രസിൽ ചേരുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിനെ തുടർന്ന് CPIMലുണ്ടായ പൊട്ടിത്തെറിയാണ് കൊഴിഞ്ഞുപോക്കിന് കാരണം. ഈ മാസം 11-ന് പ്രതിപക്ഷ നേതാവിൽ നിന്ന് അംഗത്വം സ്വീകരിക്കും. ഇന്ന് ഏകദേശം 50-ലധികം വരുന്ന നേതാക്കന്മാരാണ് കോൺഗ്രസിൽ അംഗത്വമെടുത്ത് കോൺഗ്രസിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത്. കോൺഗ്രസിന്റെ ആശയങ്ങളിൽ ആകൃഷ്ടരായും കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളിൽ താല്പര്യപ്പെട്ടും തൃപ്പൂണിത്തുറയിലും ഉദയംപേരൂരും ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ, കോൺഗ്രസിന്റെ സംഘടനാ പ്രവർത്തനത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ ഈ പറയുന്ന CPIMൽ നിന്ന് വിട്ടുവരുന്ന ഭാരവാഹികൾ എല്ലാവരും പരിപൂർണമായും ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ അവർ കൂടി ഉണ്ടാകും. അലി അക്ബർ ഷാ നൽകും വിവരങ്ങൾ. അലി, മുൻ ഏരിയ കമ്മിറ്റി അംഗം ഉൾപ്പെടെ പ്രാദേശിക നേതാക്കളാണ് ഇപ്പോൾ കോൺഗ്രസിലേക്ക് ചേക്കേറുന്നത്. എന്താണ് പാർട്ടിയിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? കുറെ കാലങ്ങളായി തുടർന്നു വരുന്ന തർക്കത്തിനൊടുവിലാണോ ഇപ്പോൾ കോൺഗ്രസിലേക്ക് പോകാനുള്ള തീരുമാനം? വിനീത, എറണാകുളത്ത് തൃപ്പൂണിത്തുറ ഉദയംപേരൂരിലാണ് ഇത്തരത്തിൽ വലിയ ഒരു കൊഴിഞ്ഞുപോക്ക് CPIMൽ നിന്നുണ്ടായിരിക്കുന്നത്. 50ഓളം പേരാണ്, നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടെ 50ഓളം പേരാണ് CPIMൽ നിന്നും ഇറങ്ങി കോൺഗ്രസിലേക്ക് ചേരാനുള്ള സന്നദ്ധത ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എറണാകുളം പ്രസ് ക്ലബ്ബിൽ DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന്റെ നേതൃത്വത്തിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിലായിരുന്നു ഈ 50ഓളം ആളുകൾ തങ്ങൾ കോൺഗ്രസിലേക്ക് ചേരാൻ ആഗ്രഹിക്കുന്നുവെന്ന് പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വലിയ പൊട്ടിത്തെറി CPIMനകത്ത് ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് വലിയ തർക്കം പാർട്ടിക്കുള്ളിൽ തന്നെ പുകയുന്നു ഉണ്ടായിരുന്നു. ഈ സാഹചര്യമാണ്, ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ പ്രവർത്തകരും നേതാക്കളും ഉൾപ്പെടെ 50ഓളം ആളുകൾ കോൺഗ്രസിലേക്ക് പോകാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് മുൻ ഏരിയ കമ്മിറ്റി അംഗവും അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ CITUവിന്റെ സംസ്ഥാന നേതാവ് ഉൾപ്പെടെ ആയി പ്രവർത്തിച്ചിട്ടുള്ള ML സുരേഷ് ഉൾപ്പെടെയുള്ള ആളുകളാണ് ഈ കോൺഗ്രസിലേക്ക് പോകാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നത്. ഇദ്ദേഹത്തിന് പുറമെ 8ഓളം മുൻ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളും ഈ കോൺഗ്രസിലേക്ക് പോകാൻ സന്നദ്ധത അറിയിച്ചിരിക്കുന്ന 50 ആളുകളിൽ ഉൾപ്പെടുന്നുണ്ട്. എന്തായാലും ഇവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ഈ വാർത്താ സമ്മേളനത്തിൽ ഉടനീളം ഇവർ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ അതീവ ഗുരുതരമാണ്. CPIMനകത്ത് സ്വയം വിമർശനം എന്നത് സാധ്യമല്ലാതായിരിക്കുന്നു. അത്തരത്തിൽ വിമർശനം ഉന്നയിക്കുന്ന നല്ല പാർട്ടി പ്രവർത്തകർക്ക് പാർട്ടിയിൽ തുടരാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അതുപോലെ തന്നെ RSSന് നേരിട്ടുള്ള വിമർശനം, RSSനെ നേരിട്ട് വിമർശിക്കാനുള്ള സാഹചര്യം പോലും ഇല്ലാത്ത നിലയിലേക്ക്, ആശയ ദാരിദ്ര്യത്തിലേക്കും എല്ലാം ഈ പാർട്ടി എത്തിച്ചേർന്നിരിക്കുന്നു. സംസ്ഥാനത്ത് ആകെ അത്തരത്തിൽ മാറിയിരിക്കുന്നു. അതിന്റെ പ്രതിഫലനം ഉദയംപേരൂരിലുമുണ്ട്. അതുപോലെ തന്നെ നേതൃസ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ അഴിമതികളിലും മറ്റു പല വിധത്തിലുള്ള പ്രശ്നങ്ങളിലും പ്രധാന സ്ഥാനത്ത് വരുന്ന സാഹചര്യവും ഉദയംപേരൂരിൽ ഉൾപ്പെടെയുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടാണ് തങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ഈ പാർട്ടി വിട്ട് കോൺഗ്രസിലേക്ക് ചേരാൻ സന്നദ്ധത അറിയിച്ചിരിക്കുന്ന പ്രവർത്തകർ പറഞ്ഞിരിക്കുന്നത്. ഈ മാസം 11-ാം തീയതി ഉദയംപേരൂരിൽ വെച്ച് ഒരു സമ്മേളനം നടക്കുന്നുണ്ട്. ഈ സമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവാണ് ഇതിന്റെ ഉദ്ഘാടനമെന്ന് DCC പ്രസിഡന്റ് അറിയിച്ചിട്ടുണ്ട്. ഈ സമ്മേളനത്തിൽ വെച്ച് ഇവർ അംഗത്വം സ്വീകരിക്കുമെന്നാണ് ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഉദയംപേരൂരിലെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാകും. ഇത് ജില്ലയിൽ തന്നെ വലിയ നിലയിൽ പ്രതിഫലിക്കാനുള്ള സാധ്യതയുമുണ്ട്. കാരണം പാർട്ടിയുടെ ശക്തി പ്രദേശങ്ങളിൽ ഒന്നുകൂടിയാണ് ഈ പ്രദേശം എന്ന് പറയുന്നത്. ഇത് ഏത് നിലയിലാകും വരും ദിവസങ്ങളിൽ ഒരു ചലനം ഉണ്ടാക്കുക എന്നത് കണ്ടറിയണം വിനീത.